ഒരു സ്വഹാബി തന്റെ വീടിന്റെ മുമ്പിൽ സ്വന്തം കൈകൊണ്ട് കബറിങ്ങനെ കുത്താണ്. അത് കണ്ടപ്പോ നാട്ടുകാരും അയൽവാസികളും ഒരുമിച്ച് കൂടുകയാണ്. അവർ ചോദിക്കുന്നു, പ്രിയപ്പെട്ട തങ്ങളെ, എന്തിനാണ് സ്വന്തം വീടിന്റെ മുമ്പിൽ സ്വന്തമായി കബറ് കുത്തുന്നത്? അദ്ദേഹം മിണ്ടുന്നില്ല. ബഹുമാനപ്പെട്ട മനുഷ്യന് മറുപടി കൊടുക്കുന്നില്ല. കബറ് കുത്തി കഴിഞ്ഞപ്പോ പ്രിയപ്പെട്ട സ്വഹാബി പറയുന്നു, പ്രിയപ്പെട്ടവരെ, ഞാൻ എന്റെ വീടിന്റെ മുമ്പില് എന്റെ കൈകൊണ്ട് കബറ് കുത്തിയത് എന്തിനെന്നറിയുമോ? ഈ ദുനിയാവിന്റെ നശ്വരമായ ലോകത്ത് ജീവിക്കുമ്പോ, ദുനിയാവിന്റെ പച്ചപ്പിലൂടെ ജീവിക്കുമ്പോ, ദുനിയാ ഖുൽവത്തുൻ ഹദറാ, പച്ചപ്പാകുന്ന ദുനിയാവിലൂടെ ജീവിക്കുമ്പോ, ദുനിയാവിലൂടെ മതിമറന്ന് ജീവിക്കുമ്പോ, ആഖിറം മറന്നു പോകുമോ എന്ന് പേടിച്ചിട്ട്, മരണത്തെ മറക്കുമോ എന്ന് പേടിച്ചിട്ടാണ് ഞാൻ എന്റെ വീടിന്റെ മുമ്പിൽ കബറ് കുത്തിയതെന്ന് ബഹുമാനപ്പെട്ട സ്വഹാബി പറയുമ്പോ, ഞാൻ എന്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോ ഞാൻ എന്റെ കൈ കൊണ്ട് കുത്തിയ കബർ എന്റെ കണ്ണുകൊണ്ട് കാണുകയാ. വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോ ഞാൻ എന്റെ കൈ കൊണ്ട് കുത്തിയ കബർ കാണുകയാ. ആ സമയത്ത് എന്റെ കൽബിലേക്ക് മരണം കടന്നു വരികയാ. കഫാ ബിൽ മൗതി വഇളാ, മരണത്തിന്റെ ചിന്ത കടന്നു വരികയാണ്. മരണം ഒരു ഉപദേശകനായി കടന്നു വരികയാണ്. അതിന് വേണ്ടിയാണ് ഞാൻ എന്റെ കബറ് എന്റെ വീടിന്റെ മുമ്പില് എന്റെ കൈ കൊണ്ട് കുത്തിയതെന്ന് സ്വഹാബി പറയുമ്പോ, സുബ്ഹാനല്ലാഹ്, എത്ര കബർ നമ്മൾ കണ്ടിട്ടുണ്ട്, എത്ര കബറടക്കത് നമ്മൾ കൂടിയിട്ടുണ്ട്. മാറ്റമുണ്ടോ ചെറുപ്പക്കാരോ? നമ്മളെ മാറ്റമില്ലല്ലോ, കൽപ്പിനൊരു മാറ്റമില്ലല്ലോ.